നെഹമ്യ 13-ാം അധ്യായം 8 മുതൽ 14 വരെ തിരുവചനങ്ങൾ. ബരക്കുമോർ. അത് എനിക്ക് വളരെ അനിഷ്ടമായതിനാൽ ഞാൻ തോബിയായുടെ വീട്ടു സമാനമൊക്കെയും മുറിയിൽ നിന്ന് പുറത്തെറിഞ്ഞു കളഞ്ഞു. പിന്നെ ഞാൻ കൽപ്പിച്ച് അവർ ആ മുറികൾ ശുദ്ധീകരിച്ചു. ദൈവാലയത്തിൽ ഉപകരണങ്ങളും ഭോജനയാഗവും കുന്തിരുക്കവും ഞാൻ വീണ്ടും അവിടെ വരുത്തി. ലേവ്യർക്ക് ഭോഗം കൊടുക്കായകയാൽ വേല ചെയ്യുന്ന ലേവ്യരും സംഗീതക്കാരും ഓരോരുവനും സ്വന്തം നിലത്തിലേക്ക് പോയി എന്ന് ഞാൻ അറിഞ്ഞു. പ്രമാണികളെ ശാസിച്ചു. ദൈവാലയത്തെ ഉപേക്ഷിച്ച് കളഞ്ഞതെന്ത് എന്ന് ചോദിച്ചു. അവരെ വരുത്തി അവരുടെ സ്ഥാനങ്ങളിൽ നിർത്തി. പിന്നെ എല്ലാ യഹൂദന്മാരും ധാന്യം, വീഞ്ഞ്, എണ്ണ എന്നിവയുടെ ദശാംശം ഭണ്ഡാരഗൃഹങ്ങളിലേക്ക് കൊണ്ടുവന്നു. ഞാൻ ശെലെമ്യ പുരോഹിതനെയും സാദോക് ശാസ്ത്രിയെയും ലേവ്യരിൽ പെദയായെയും ഇവർക്ക് സഹായിയായിട്ട് മഥന്യായുടെ മകൻ സക്കൂറിൻ്റെ മകൻ ഹാനാനെയും ഭണ്ഡാരഗൃഹങ്ങളുടെ മേൽനോട്ടക്കാരായി നിയമിച്ചു. അവരെ വിശ്വസ്തരെന്ന് ഗണിച്ചിരുന്നു. തങ്ങളുടെ സഹോദരന്മാർക്ക് വിഭാഗിച്ചു കൊടുക്കുന്നതായിരുന്നു അവരുടെ ഉദ്യോഗം. എൻ്റെ ദൈവമേ, ഇതെനിക്കായി ഓർക്കണമേ. ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിനും അതിലെ ശുശ്രൂഷയ്ക്കും വേണ്ടി ചെയ്ത എൻ്റെ സൽപ്രവർത്തികളെ മായിച്ചു കളയരുതേ. ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹാ, നിന്റെ കരുണയുടെ വാതിൽ ഞങ്ങളുടെ നേരെ നീ അടയ്ക്കരുതേ. ആമേൻ.